കരുവീക്കം, പ്രത്യേകിച്ച് മുണ്ടിവീക്കത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന കരുവീക്കം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, മുണ്ടിവീക്കം വന്നു കഴിയുമ്പോൾ മുഖം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ദിവസവും കുട്ടികളാണെങ്കിൽ ആ കുട്ടിയുടെ വൃഷ്ണങ്ങൾ പരിശോധിക്കുകയും അതിന് വേദനയോ വീർക്കുമോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. പെൺകുട്ടികളിൽ ചുരുക്കം ചില കേസുകളിൽ അണ്ഡാശയങ്ങൾക്ക് നീർക്കെട്ടുണ്ടാവാം. അതിന് ഊഫ്രൈറ്റിസ് എന്ന് പറയും. യൂഫ്രൈറ്റിസ് വന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട്. ശരിയായിട്ടുള്ള അണ്ഡവിസർജനം വിഘാതമായി മാറുന്നതുകൊണ്ടാണ്. അണ്ഡാശയത്തിൻ്റെ ഘടനയും അണ്ഡാശയത്തിൻ്റെ സ്വഭാവവും ഊഫ്രൈറ്റിസ് രോഗം മാറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ പെൺകുട്ടികളിൽ ഈ സൈഡ് എഫക്റ്റ് വളരെ വളരെ റെയറാണ്, വളരെ വളരെ വിരളമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പുരുഷന്മാരിലും പുരുഷ കുട്ടികളിൽ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ മംസിനുണ്ടാകുന്ന മറ്റൊരു അനന്തരഫലമാണ് ബ്രോങ്കൈറ്റിസ്. നെഞ്ചത്ത് കഫക്കെട്ട് വരികയും ശ്വാസകോശത്തിനുള്ളിൽ കഫക്കെട്ട് നിറഞ്ഞ് ശക്തിയായ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് സ്റ്റേജിലേക്ക് രോഗി മാറുകയും അത് ബുദ്ധിമുട്ടുകളുണ്ടാക്കുകയും ചെയ്യും. മറ്റൊരു മാരകമായ അനന്തരഫലമാണ്, അത് പൊതുവേ എല്ലാ സാംക്രമിക വൈറസ് രോഗങ്ങൾക്കും ഈ അനന്തരഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ന്യൂമോണിയ. മംസിന് ശേഷം ശ്വാസകോശങ്ങളെ ന്യൂമോണിയ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ഡോക്ടറുടെ ശ്രദ്ധയും രോഗിയുടെ ശ്രദ്ധയും വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ ദുർലഭം കേസുകളിൽ തലച്ചോറിന് പഴുപ്പുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. എൻസെഫാലിറ്റീസ് എന്നതിന് പറയും. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ കവറിങ്ങിന്, അതിൻ്റെ ഉപരിതലത്തിന് മെനിഞ്ചസിന് ഉണ്ടാകുന്ന നീർക്കെട്ട്, മെനിഞ്ചൈറ്റിസും ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരാം. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ കവറിങ്, ഹൃദയത്തിൻ്റെ നീർക്കെട്ട്, മയോകാർഡൈറ്റിസ് അല്ലെങ്കിൽ അതിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന പെരിക്കാർഡൈറ്റിസ് മുതലായ മാരകമായ അനന്തരഫലങ്ങളും മംസ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പൊതുവെ വൈറസ് രോഗങ്ങൾക്കുണ്ടാകുന്ന അനന്തരഫലങ്ങൾ മംസിനും ഉണ്ടാവാം. എന്നാൽ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്താൽ, ചികിത്സിച്ചാൽ പരിപൂർണമായും സുഖപ്പെടുന്ന ഒരു രോഗം കൂടിയാണ് മംസ്. അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. രോഗത്തെ മനസ്സിലാക്കുക. രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം, ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഡോക്ടറുടെ അടുത്ത് നിന്ന് ചികിത്സ നേടുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. വായിലെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വായ്പുണ്ണുണ്ടാവാനും വായ്നാറ്റം ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട്. ഏതെങ്കിലും നല്ല മൗത്ത് വാഷ് ഉപയോഗിച്ച് വാ കഴുകുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ചികിത്സയുടെ ഫലമായിട്ട് ചികിത്സ നേടുന്നതിനോടൊപ്പം മരുന്ന് സേവിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ആഹാര രീതിയും. പനിയും ചവയ്ക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം, എന്നാൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് രോഗിക്ക് ഉത്തമം. പാല് ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കാം. ലിക്വിഡ് പ്രോട്ടീനായിട്ടുള്ളത് എന്തും കഴിക്കാം. ലൈറ്റായിട്ടുള്ള ഡയറ്റ് കഴിക്കുകയും രോഗി ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം. അതിനേക്കാൾ പ്രധാനമാണ് രോഗിയെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത്. രോഗി മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ആവാതിരിക്കാൻ കഴിയുന്നതും ശ്രമിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രോഗിയുടെയും സംസാരത്തിലും ശ്വാസോച്ഛ്വാസത്തിലും വർത്തമാനത്തിലുമൊക്കെ കോടിക്കണക്കിന് വൈറസുകളാണ് അന്തരീക്ഷത്തിൽ ലയിക്കുക. ഈ ലയിപ്പിക്കപ്പെടുന്ന വൈറസുകൾ മറ്റൊരാളുടെ ശരീരത്തിൽ ശ്വാസത്തിലൂടെ പ്രവേശിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ അയാൾക്ക് രോഗമുണ്ടാവാനുള്ള സാധ്യത 2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രോഗി ഐസൊലേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒരിക്കലും പരിപൂർണമായ ഭേദമാകാതെ സ്കൂളുകളിലോ വിദ്യാലയങ്ങളിലോ കുട്ടികളെ പറഞ്ഞയക്കരുത്. മുണ്ടിവീക്കം നിസ്സാരമായിട്ട് കാണരുത്. എന്നാൽ ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ വളരെ നിസ്സാരമാണ് താനും. ചികിത്സിച്ചാൽ പരിപൂർണമായി മുണ്ടിവീക്കം മാറപ്പെടുകയും ചെയ്യും. ഇതാണ് പൊതുവെ മംസിനെ പറ്റി പറയാനുള്ളത്.